ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വിവാഹമൊക്കെ കഴിഞ്ഞ് ജ്യോതിയും ആദിയും വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മനുവിന്റെ അമ്മ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോനെ, കല്യാണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് പോന്നോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ആദി പറയുന്നു, ഞാനിവിടെ നിൽക്കണമെന്ന് പറഞ്ഞതാണ്. ജ്യോതിയ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞത്. ഇത് കേട്ട് മനുവിന്റെ അമ്മ പറയുന്നു, അത് കഷ്ടമായല്ലോടാ. കുറച്ചു നേരം കൂടി അവിടെ നിന്ന് എല്ലാവരെയും കണ്ടിട്ട് വന്നാൽ പോരായിരുന്നോ? പിന്നെ ജ്യോതിയോട് പറയുന്നു, എന്ത് പണിയാ മോളെ കാണിച്ചത്? നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് വൈകുന്നേരമാവുമ്പോൾ തിരിച്ചു വന്നാൽ പോരായിരുന്നോ? കുഴപ്പമില്ലാതെ കുട്ടാ, നമുക്ക് ഒരു ദിവസം അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം, എന്നിട്ട് നമ്മുടെ കൂടെ ഇവിടെ നിർത്താം. ഇത് കേട്ട് ആദി സന്തോഷത്തോടെ ചോദിക്കുന്നു, സത്യമായിട്ടും? പിന്നെ അല്ലാതെ. മനു വരട്ടെ, നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ ഇങ്ങോട്ടേക്ക് വരുത്താം. മുമ്പ് ഈ ഡ്രസ്സൊക്കെ മാറ് എന്ന് അമ്മ പറയുമ്പോൾ സന്തോഷത്തോടെ ഓടിപ്പോവുകയാണ് ആദി. മനസ്സിലാക്കാതെ ജോലി നിൽക്കുന്നു. എന്തിനാ അമ്മ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഹരിയേട്ടനെയും നിത്യേച്ചിയും അമ്മ വിളിക്കോ? ഇത് കേട്ട് അമ്മ പറയുന്നു, എനിക്ക് വേറെ പണിയില്ലേ? എൻ്റെ പേരക്കുട്ടിയുടെ മുഖം വാടിയിരിക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ ഞാൻ പലതും പറയും. ഇത് കണ്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. ഇത് കേട്ട് ജ്യോതി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, അതും ദേഷ്യത്തോടെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് അമ്മ പിറകിൽ നിന്ന് വിളിച്ചു. അവിടെ ചടങ്ങൊക്കെ ഭംഗിയായി നടന്നോ? ഞാൻ കരുതിയത് ഈ സുജാതയും രഘുവൊക്കെ ഇത്തിരി കാര്യബോധമുള്ളവരായിരിക്കുമെന്നാ. അതെങ്ങനെയാ? കാണാൻ കൊള്ളാവുന്നവരുടെ മനസ്സ് നന്നായിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, അമ്മേ, ആ വിവാഹം കഴിഞ്ഞു. ഇനി അവരെ നന്നായി ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. ഇനി അതിനെ പേരിൽ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ട എന്നെ. ഇത് കേട്ട് അമ്മ പറയുന്നു, ഉള്ള കാര്യം പറഞ്ഞ അതെങ്ങനെയാ കുറ്റപ്പെടുത്തലാവുന്നത്? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ കുടുംബക്കാരെന്ത് കാണിച്ചാലും ഓ, ഇതാണ് ഞങ്ങളുടെ ബന്ധുക്കൾ മഹാകാര്യം ചെയ്തിരിക്കുന്നു എന്ന് പറയണോ? യഥാർത്ഥത്തിൽ നിരക്കാത്തത് ഞാൻ പറഞ്ഞു ശീലിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ശീലിക്കുന്നതുമില്ല. മോൾക്ക് മനസ്സിലായോ? എന്തായാലും കാര്യങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയും ഇതുപോലെ ചടങ്ങുകളും അതിന്റെ പൊട്ടിത്തെറിയും നടക്കും. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. ആവശ്യമില്ലാത്ത കാര്യം ചുമക്കാൻ തീരുമാനിച്ചാൽ ഇതൊക്കെ തന്നെയായിരിക്കും വിധി എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ജോലി നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത്, കല്യാണ വീട്ടിൽ നിന്നും ഇപ്പോൾ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശിവാനന്ദനും സുധിയും. സുജാത പറയുന്നു, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചത് ശരി, പക്ഷേ ചന്ദ്രികയും കൂട്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരണമെന്ന് സുജാത അവരോട് പറയുന്നു. നമുക്ക് ഇവിടെ താമസിക്കാൻ പറയുന്നു. കാലെന്ന് നിലത്ത് കുത്താൻ റെഡിയായാൽ അമ്മ ആദ്യം പറയുന്നത് നിത്യേച്ചിയുടെ അരികിൽ പോകണമെന്നായിരിക്കും. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് വരാച്ചാ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യാം എന്നൊക്കെ സുധി പറയുന്നു. എന്തായാലും വരണം, ഇനിയിപ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല എന്ന് ശരണനും അവരോട് പറയുന്നുണ്ട്. എന്നിട്ട് നിത്യയോട് ചെറിയച്ഛൻ യാത്ര ചോദിക്കുന്നുണ്ട്. മോളെ, എന്നാ പിന്നെ ചെറിയച്ഛൻ ഇറങ്ങുകയാണെന്ന് ചെറിയമ്മയുടെ അന്വേഷണം പറയണം. ഞാനും ഹരിയും എത്രയും പെട്ടെന്ന് ചെറിയമ്മ വന്ന് കണ്ടോളാമെന്നും നിത്യ പറയുന്നു. എന്നിട്ട് ചെറിയച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയാണ് നിത്യ. സന്തോഷമായി. ദാ ഒരു വിളിക്കപ്പുറം ചെറിയച്ഛനുണ്ട്. പിന്നെ ഏട്ടൻ്റെ മകളെ കൈപ്പിടിച്ച് കൊടുത്ത സന്തോഷത്തിലല്ല ചെറിയച്ഛൻ മടങ്ങുന്നത്. മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചയച്ചതിൻ്റെ സന്തോഷത്തിലാണ്. മനസ്സിലായോ? ശരി എന്നാലേ എന്ന് ശിവാനന്ദൻ. എന്നാ പിന്നെ വൈകണ്ട, ദൂരം ഒരുപാടുള്ളതല്ലേ, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് രഘു പറയുന്നു. എന്നാ പിന്നെ വരട്ടെ എന്ന് പറഞ്ഞ് അവര് അവിടെ നിന്നും ഇറങ്ങുകയാണ്. സങ്കടത്തോടെ നിത്യയും നിൽക്കുന്നു. സുജാത നിത്യയെ സമാധാനിപ്പിക്കുന്നു. ഇനി ഈ കരച്ചിൽ സന്തോഷം കൊണ്ടേ ആകാവൂ. മോള് പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാണ് സുജാത നിത്യയെ. ഈ സമയം അമ്മാവനെ കാണിക്കുന്നുണ്ട്. അമ്മാവനാണെങ്കിൽ ഹരിയുടെയും നിത്യയുടെയും ബെഡ്റൂം അലങ്കരിക്കാണ്. അവിടെയാകെ സൂപ്പറാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് അമ്മാവൻ ഹരിയെ വിളിച്ചു. എടാ ഹരി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുമ്പോൾ, എന്താ അമ്മാവ, എന്ത് പറ്റിയെന്ന് ചോദിച്ച് ടെൻഷനോടെ ഹരി അവിടെ ഓടിയെത്തി. അയ്യോ, സൗണ്ട് കൂടിപ്പോയെന്ന് തോന്നുന്നു. എടാ ഹരി എന്ന് പതിയെ അമ്മാവൻ വിളിക്കുന്നു. എന്താ അമ്മാവ, എന്ത് പറ്റിയെന്ന് ചോദിച്ച് ടെൻഷനോടെ അവിടേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ഹരി. എന്തോന്ന്, അത്ര ബിൽഡപ്പ് ഒന്നും വേണ്ട, വാ എന്ന് പറഞ്ഞ് ഹരിയുടെ കൈ പിടിച്ച അമ്മാവൻ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങോട്ടൊന്ന് വന്നേ, എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അറിവും എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് മോഡല് പഴയതായിരിക്കും, എന്നാലും ഓക്കെയാണെന്ന് നോക്കിക്കേ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുന്നു. അമ്മാവൻ ഇതിനാണോ എന്നെ വിളിച്ചത്? ഞാൻ വിചാരിച്ചു വേറെന്തോ അത്യാവശ്യമാണെന്ന്. എടാ, നിന്റെ കല്യാണ ദിവസം രാത്രിയില്ലേ, എനിക്ക് പിന്നെന്താടാ അത്യാവശ്യമായിട്ടുള്ളത് എന്ന് അമ്മാവൻ പറയുമ്പോൾ നാണത്തോടെ ഹരി പറയുന്നു, അമ്മാവനൊന്നും മിണ്ടാതിരുന്നേ, ചുമ്മാ ഓരോ ആഘോഷങ്ങൾ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ ആഘോഷിക്കും. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ഇങ്ങനെയൊരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. മോനെ മക്കളെ, ഇന്നത്തെ ഒരു ദിവസം ഞാൻ പോയി കിടന്നാലേ അപ്പോഴേ ഉറങ്ങിപ്പോകും. കാര്യം എന്താണെന്നറിയോ? കാര്യം ഞാൻ പറയാം. ഇന്ന് കണക്ക് തീർത്ത ദിവസമാണ്. ഒരു ദിവസം നിന്റെ ജീവിതം ഞാൻ തട്ടിപ്പറിച്ച് എടുത്ത ദിവസമല്ലായിരുന്നോ? പക്ഷേ ഇന്ന് ഞാൻ അങ്ങ് തിരിച്ചു തരുവാണ്. ഇനിയെങ്കിലും നീ ഒന്ന് ജീവിക്കണം, നീ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ പുഞ്ചിരിയോടെ ഹരി ഇരിക്കുന്നുണ്ട്.
കുറച്ച് കഴിയുമ്പോൾ ഞാനും കല്യാണിയും സുജാതയുടെ വീട്ടിലേക്ക് പോകും. ഇന്ന് ഞങ്ങൾ അവിടെയാ കിടക്കുന്നത്. ഹരി ചോദിക്കുന്നു, അതെന്തിനും? അത് നിങ്ങളും രണ്ടുപേരും കൂടി ഇവിടെ അങ്ങ് കിടന്നാൽ മതി എന്നൊക്കെ അവനിങ്ങനെ ചുമ്മാ ഓരോന്ന് പറയുന്നുണ്ട്. അല്ല, കുറേ മുറിയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടി ഓരോ മുറിയിലായിട്ട് അത്രയും പറഞ്ഞിട്ട് ബാക്കി പറയാതിരിക്കുകയാണ് അമ്മാവൻ. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ഹരി ചോദിക്കുന്നു. ഇതിലും പേരെ നിന്നെ കെട്ടിക്കാതിരിക്കുന്നത് നല്ലത് എന്ന് ദേഷ്യത്തോടെ അമ്മാവൻ പറയുന്നു. അമ്മാവൻ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കെന്നെ ഹരി, എനിക്കൊന്ന് കേൾക്കണ്ട. എടാ, അടുക്കളയിലെ കുറച്ച് സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് മണിയറയ്ക്ക് വേണ്ടിയിട്ട്. ഇത്രയും പറഞ്ഞ് അമ്മാവൻ പോകാൻ പോകുമ്പോൾ ഹരി പറയുന്നു, അമ്മാവനൊന്ന് നിന്നെ. അല്ല, അടുക്കളയിൽ എടാ നിനക്ക് വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങൾ ഞാൻ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, ആപ്പിളും പാലും പഞ്ചാരയും. പിന്നെ ആക്രാന്തത്തോടെ എല്ലാം കഴിച്ച് കളയരുത്, ആ പെങ്കൊച്ചിനും കൂടി കൊടുക്കണം കേട്ടോ. എന്നെ അമ്മാവൻ ഒന്നും അറിഞ്ഞൂടാ, നാണക്കേട് തന്നെ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, അല്ല അമ്മാവൻ ഈ പറയുന്ന നാണക്കേടുള്ള കാര്യം എന്താ? അയ്യേ ഹരി വീണ്ടും പറയുന്നു, ഇതിപ്പോ അമ്മാവനും സുജാതാന്റെയും കൂടി മഹാസംഭവമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. അറേ, മഹാസംഭവമാണ്. എത്ര കാലമായി നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളില് പ്രേമം വെച്ച് ഞങ്ങൾ രണ്ടുപേരെയും പറ്റിക്കുന്നോ? അതുകൊണ്ടല്ലേ നിങ്ങളെ പിടിച്ച് കെട്ടിച്ചത്. എടാ, ഞങ്ങൾ ഇതങ്ങോട്ട് ആഘോഷിക്കും കേട്ടോ. എടാ മക്കളെ, ചുറ്റിലുമുള്ള എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്നറിയോ? ഇനി നിത്യമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരരുത് എന്നാണ്. അതാ നീ സാധിച്ചു കൊടുക്കേണ്ടത്. ഒരു കുഞ്ഞ് എന്ന് അമ്മാവൻ പറയുമ്പോൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ് ഹരി. എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അമ്മാവൻ ബാക്കി അങ്ങ് പറയുകയാണ്, വിളക്കിൽ പ്രകാശം കത്തിക്കുന്ന എന്നും ചിരിയോടെ നിൽക്കണം നിത്യ. ഇത്രയും പറഞ്ഞ് അമ്മാവൻ അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിയോടെ ഹരി നിൽക്കുന്നു. എന്നിട്ട് മണിയറയാകെ ഒന്ന് നോക്കുന്നുണ്ട്. സന്തോഷത്തോടെ എവിടേക്ക് നടന്നു നോക്കുകയും ചെയ്യുന്നു. ഈ സമയം ഹരിയുടെ അരികിലേക്ക് പോകാനായിട്ട് നിത്യയെ ഒരുക്കുകയാണ് സുജാത. ഇപ്പോ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് സുജാത സന്തോഷത്തോടെ പറയുന്നു. പിന്നെ ഇന്നത്തെ ദിവസം മാത്രം ആരോ വന്ന് കുറച്ച് ഭംഗി കുത്തിവെച്ച് പോയതല്ലേ എന്ന് പറഞ്ഞ് നിത്യ ചിരിക്കുന്നു. ഇപ്പോഴത്തെ നിന്റെ ഭംഗി എന്താണെന്നറിയാമോ? നിന്റെ മുഖത്തെ ഈ ഒരു ചിരി, ഇഷ്ടത്തോടെയുള്ള ഒരു ചിരി. ഇന്നു മുതൽ പുതിയൊരു ജീവിതമാണ്. ഈ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ അമ്മയുടെ മനസ്സിൽ പേടിയില്ല. കൊണ്ടാണെന്നറിയോ ഹരി? അമ്മയ്ക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. എന്തിന്? ദൈവത്തെ പോലെ വിശ്വാസമാണെന്ന് സുജാത പറയുന്നു. ഇതുപോലെ എന്നും എന്റെ മോളെ ചിരിച്ച് കാണണം. മോൾ ഇവിടെ ഇരിക്കുക, അമ്മ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സുജാത അങ്ങോട്ടേക്ക് പോകുന്നു. സന്തോഷത്തോടെ ഇരിക്കുകയാണ് നിത്യ. കണ്ണാടിയിൽ ഒന്നുകൂടി ഒന്ന് നോക്കുന്നുണ്ട്, സുന്ദരിയാണോ എന്നൊക്കെ. അങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്നാണ് കർട്ടന്റെ ബാക്കിൽ, ആ ജനലിന്റെ ബാക്കിൽ ആരോ നിൽക്കുന്നതായി തോന്നുന്നത്. ഒരു നിഴൽ രൂപം മാത്രമാണ് നിത്യ കാണുന്നത്. പെട്ടെന്ന് ഭയത്തോടെ നിൽക്കുകയാണ് നിത്യ. പിന്നെ ജീവനെ കുറിച്ച് ഓർക്കുന്നു. കല്യാണ സമയത്ത് ജീവനെ കണ്ടതായും ഓർക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഓടിപ്പോകുന്നത് ആയും തോന്നുന്നു. ആരാ എന്ന് പെട്ടെന്ന് കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. എന്നാലും നിത്യ ടെൻഷനോടെയാണ് നോക്കുന്നത്. അമ്മേ എന്ന് പറഞ്ഞ് അവരെ അവിടേക്ക് ടെൻഷനോടെ വിളിക്കുന്നുണ്ട് അമ്മയെ. അമ്മയെ ഒന്ന് വേഗം വായെന്ന് പറയുമ്പോൾ സുജാത അവിടെ എത്തി. അമ്മയെ, ജനലിന്റെ അടുത്ത് ആരോ ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഓടിപ്പോയി എന്ന് പറയുന്നു. മോളിത് എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് സുജാതയും കർട്ടൻ മാറ്റി അവിടെയെല്ലാം നോക്കുന്നുണ്ട്. ഇവിടെയൊന്നും ആരുമില്ലല്ലോ എന്ന് സുജാത. ഉറപ്പാ അമ്മേ, അവിടെ ആരും ഉണ്ടായിരുന്നോ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, അവിടെ ആര് വരാനാ മോളെ, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. അല്ല, ഇല അനങ്ങിയതായിരിക്കും. വീണ്ടും നിത്യ ടെൻഷനോടെ പറയുന്നു, അല്ലമ്മേ ആരോ ഉണ്ട്, എനിക്ക് പിന്നാലെ ആരോ ഉണ്ടെന്ന് വീണ്ടും നിത്യ പറയുന്നു. ഇനിയിപ്പോ ഇതും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. ഇവിടെ അച്ഛനില്ലേ, അപ്പുറത്ത് അമ്മാവനില്ലേ, ഹരിയില്ലേ. ഇതിനിടയിൽ നിന്നെ ദ്രോഹിക്കാൻ ആര് വരാനാ? അല്ലെങ്കിൽ തന്നെ നിനക്കാരാ മോളെ ശത്രുതയുള്ളവൻ ജയിലിൽ കിടക്കുകയല്ലേ. മോള് വെറുതെ ഉറക്കം കളയണ്ട എന്നും സുജാത. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഇന്നത്തെ ദിവസത്തെ സന്തോഷം കളയണ്ടെന്നും സുജാത പറയുന്നു. അമ്മ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുജാത പോകുന്നു. എന്നാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയുള്ളതുപോലെ നിത്യയ്ക്ക്. ഒന്നുകൂടെ കർട്ടൻ പേടിയോടെ മാറ്റി നോക്കുന്നുണ്ട്, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ ഹരി തന്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷവും അവിടെ നിന്ന് ജീവൻ നോക്കിയതെല്ലാം ഇപ്പോൾ ടെൻഷനോടെ നിത്യ ഓർക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സുജാതയും ശരവണനും കൂടി അവിടെയൊക്കെ ടോർച്ചടിച്ച് നോക്കുന്നു, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ ആരെയും അവിടെ കാണുന്നില്ല. ഇതേസമയം രഘു അകത്തേക്ക് നോക്കുന്നുണ്ട്. രഘുവിന്റെ അടുത്തേക്ക് സുജാതയും ശരവണനും വന്നു. ഇവിടെയെങ്ങും ആരും ഇല്ല സുജാതേ എന്ന് രഘു പറയുന്നു. ചിലപ്പോൾ മോളുടെ ഉള്ളിലെ പേടി കൊണ്ട് തോന്നിയതായിരിക്കുമെന്ന് പറയുന്നു. അവളുടെ ഉള്ളിൽ പേടിയുണ്ട്. അമ്പലത്തിൽ വെച്ച് അവൾ കാണിച്ചത് കണ്ടില്ലേ? ഒരു ജന്മം മുഴുവനും പേടിപ്പിച്ചതാണ് അവളുടെ വിവാഹം. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സമയമെടുക്കുമെന്ന് പറയുന്നു. ശരവണൻ പറയുന്നു, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ആളെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെയുള്ള വാർത്ത ഇതുവരെ വന്നിട്ടില്ലെന്നും നമ്മൾ പേടിക്കണം, അവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നും രഘു പറയുന്നു. രഘുവേട്ട, അവനാണോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അവൻ തിരിച്ച് ജയിലിൽ എത്തുന്നത് വരെ നമ്മൾ ഇവിടെ ടെൻഷനോടെ ഇരുന്നേ പറ്റൂ.
രഘു പറയുന്നു, താൻ എന്താ കരുതിയത്? എല്ലാം കഴിഞ്ഞു എന്ന് കരുതി സമാധാനത്തോടെ ഉറങ്ങാമെന്ന് വിചാരിച്ചെന്നോ? ഇല്ലടോ, ഇന്നലെ രാത്രി കാവൽ നിന്നത് പോലെ എല്ലാ ദിവസവും കാവൽ നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൻ കാലനാണ്, എല്ലാവരുടെയും ജീവന് വില പറയുന്ന കാലൻ. അവന്റെ കാലടിയിൽ പോലും മരണത്തിന്റെ ഗന്ധമുണ്ട് എന്നൊക്കെ രഘു പറയുന്നുണ്ട്. തുടർന്ന് പാല് അനത്തുകയാണ് ഇപ്പോൾ നിത്യ. അപ്പോഴും ജീവന്റെ ആ കാര്യമാണ് ഓർക്കുന്നത്. ടെൻഷനോടെ അതിനെപ്പറ്റി ഓർക്കുന്നുണ്ട്. ഈ സമയം അവിടുന്ന് ഒരു ഡോറ് തുറന്ന് ജീവൻ പുറത്തേക്ക് വരുന്നു. നിത്യയുടെ പിന്നിലായിട്ട് ജീവൻ നിൽക്കുന്നുണ്ട്. നിത്യ ഇതറിയാതെ പാല് ചൂടാക്കുന്നു. നിത്യയുടെ കഴുത്തിൽ പിടിക്കാൻ വരുന്നത് പോലെ കൈ രണ്ടും ഇങ്ങനെ പിടിക്കുകയാണ് ജീവൻ. നിത്യ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവൻ പിന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഞെട്ടലോടെയും അമ്പരപ്പോടെയും പേടിയോടെയും ഒക്കെ ജി അത്രയും പറയുകയാണ് നിത്യ. ജീവൻ എന്ന് ജീവൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ജീവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്നു. നിത്യ ടെൻഷനോടെ അവിടെയൊക്കെ നോക്കുന്നു. ജീവൻ എന്ന് പറഞ്ഞിങ്ങനെ ടെൻഷനോടെ ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് മുറി തുറന്നു നോക്കുന്നു. അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. പേടിച്ചു നിൽക്കുകയാണ് നിത്യ. എന്നിട്ട് പാലുമായി പോകുമ്പോഴും പിന്നെയും ജീവനെ കുറിച്ച് ഓർക്കുന്നു. പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി ജീവൻ കൈകെട്ടി അവിടെ നിൽക്കുകയാണ്. നിത്യ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും ജീവൻ നിൽക്കുന്നതായി തോന്നുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.